കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വർക്കിംഗ് വുമണിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ഹാൻഡ് വാഷാണ് കേട്ടോ. ഇത് നല്ല റോസിൻ്റെ ഫ്ലേവറാണ് അതിനകത്തുള്ളത്. പിന്നെ ഞാൻ എൻ്റെ മൂത്ത കുട്ടി അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് മേടിച്ച വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് കൊടുക്കുവാണ്. ഒരെണ്ണം അച്ഛനും ഓനും കുഞ്ഞായിക്കോനും കുഞ്ഞൂശിനും അമ്മയുടെ കൂടെ ജോലി ചെയ്യണ ചേച്ചി തന്നത്. ഒരു ജോലി ചെയ്യണം, എൻ്റെ കൂടെ ജോലി ചെയ്യണ ചേച്ചിയുടെ പുറത്തുനിന്ന് ആരണ്ട് കൊണ്ട് കൊടുത്ത. അത് തുറന്നു നോക്കടാ. എൻ്റെ ക്ലാസ്സിലെ കൊച്ചുങ്ങൾക്ക് ഇതുപോലത്തെ 1-2 മാത്രമേ എൻ്റെ ക്ലാസ്സിലെ കൊച്ചുങ്ങൾക്ക്. ലാസ്റ്റ് പീസായിരുന്നു അവിടെ തീർന്നായിരുന്നു. ഇഷ്ടപ്പെട്ടോന്ന് പറ. ഇതെന്നാ നോക്ക് ഇത് കൊണ്ട വെക്ക്. അതിനകത്ത് ചീരയിലേക്ക് അതിന് കുഞ്ഞൂശിന് കളറ് 3 കളറോ ഓരോരുത്തർക്കും എല്ലാ കളറും ഉണ്ട്. ഒരു മിനിറ്റ്, ഞാനേ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാവേ. ഇത് കുഞ്ഞാക്കുട്ടനാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അവളുടെ കയ്യിലാണ് ക്യാമറ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് തൊട്ടുമുറ്റത്തെ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. കിണർ വെള്ളമാണ് കേട്ടോ അത്. കിണർ നിറഞ്ഞ് അതിൻ്റെ ഇടയ്ക്കൽ കൂടെ വെള്ളം വരുന്നുണ്ട്. പിന്നെ കനാലിലെ വെള്ളമുണ്ട്. അപ്പോൾ അവളിപ്പോൾ കാണിച്ചു തരുന്നത് സ്റ്റെപ്പാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കുത്തനെ ഒരു ഇറക്കമാണ്. അവിടെ തെങ്ങ് നിൽപ്പുണ്ട്. അപ്പോൾ തലയിലൂടെ തേങ്ങ വീണാലെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ കൈകൊണ്ട് പണിതുണ്ടാക്കിയ സ്റ്റെപ്പാണ് കേട്ടോ ഇത്. നല്ല രസമല്ലേ. പിന്നെ ഞാൻ ആമയുടെ മുകളിൽ ചെടി നിൽപ്പുണ്ട്. അതിൽ നിന്ന് പൂക്കൾ പറിക്കുകയാണ്. കുഞ്ഞാക്കുട്ടൻ ഓടിക്കൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഈ മഴ പെയ്തപ്പോൾ ഈ ബോൾസും തൈകളൊക്കെ ചെടിയുടെ മുകളിലാണ്, അല്ല മണ്ണിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ പറിച്ച് ഞങ്ങൾ കുറേയൊക്കെ കുഴിക്കകത്തോട്ട് മാറ്റി നട്ടു. കണ്ടോ, അങ്ങനെ കുഴി താത്തിയിട്ട് നട്ടു. അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ പൊളിഞ്ഞു പോകത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ അതിലൂടെയൊക്കെ കുറച്ചു നേരം കളിച്ച് നടന്നു. പിന്നെ ഒന്ന് വായനാഥനായതുകൊണ്ട് ഞാൻ ആ ചൂട്ടിലൊരു കഥ പറഞ്ഞു കൊടുത്തു. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. കാട്ടിൽ എന്തോ ഒരു നക്ഷത്ര ആമകളാ തിളക്കം കണ്ടിട്ട് കൊതിയാകുന്നു. പിടിച്ച് വിദേശത്തേട്ട് കടത്തിയ ലക്ഷങ്ങൾ കിട്ടും. പോടോ, ഇതൊക്കെ സാധാ ആമകളാ. സന്ധി കഴിഞ്ഞാൽ ഇവരെല്ലാം തല ഉള്ളിലേട്ടിട്ട് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കും. അതാണ് ഇത്ര തിളക്കം.